ഹായ് ഫ്രണ്ട്സ്, വെലോസിറ്റർ സ്പെഷ്യൽ പർപ്പസ് മെഷീൻസിൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പേസർ ബ്ലോക്ക് മെഷീനാണ്. സ്പേസർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്പി അതിൽ വയ്ക്കുന്ന കമ്പി ലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ബ്രിക്കാണ്. ഇതാണ് ആ ബ്രിക്ക്. ഈ ബ്രിക്ക് അറ്റ് എ ടൈമിൽ 100 ബ്രിക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു മെഷീനാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അത് ചെയ്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീക്കിൽ അത് കസ്റ്റമറിന് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ട്രയലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ട്രയലിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബ്രിക്കാണിത്. അങ്ങനെ അപ്പോൾ ആ മെഷീൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ കടക്കാം. ഇതാണ് നമ്മുടെ സ്പേസർ ബ്ലോക്ക് മെഷീൻ. ഇത് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തു വരുന്നേ ഉള്ളൂ. അറ്റ് എ ടൈമിൽ 100 ബ്രിക്ക് ഫോം ചെയ്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മെഷീനാണിത്. നമ്മൾ ഇത് ഓപ്പറേറ്റിംഗ് ഇതിൻ്റെ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 175 ബാറാണ്. 175 ബാർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ 140 ടണ്ണിൻ്റെ അടുത്ത് പ്രഷർ നമ്മൾ ഓരോ കട്ടയുടെ മേലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ഫോമിലാണ് നമുക്ക് കട്ട കിട്ടുന്നത്. ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ കൊടുക്കുന്നത് 2 HP ഒരു വൈബ്രേറ്ററി മോട്ടർ നമ്മൾ മെഷീൻ്റെ ഇൻസൈഡിലായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വൈബ്രേറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫ്രെയിം മാത്രമായിട്ടായിരിക്കും ഇതിൻ്റെ വൈബ്രേഷൻ വരുന്നത്. ആ വൈബ്രേഷൻ ഫ്രെയിം ഒന്ന് ഓൺ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ വൈബ്രേഷൻ ഫ്രെയിം ഓൺ ആക്കാനായിട്ട് പോവുകയാണ്. ഇവിടെയാണ് ആ വൈബ്രേഷൻ്റെ സ്വിച്ച് വരുന്നത്. ഈ ഫ്രെയിം മാത്രമാണ് ഈ വൈബ്രേഷൻ ഓൺ ആക്കുമ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ഹൈഡ്രോളിക്സിലേക്ക് കിടക്കുകയാണ്. വൈബ്രേഷൻ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഹൈഡ്രോളിക്സിലേക്ക് കിടക്കുകയാണ്. നല്ല സ്ട്രോങ് വൈബ്രേഷൻ ഉണ്ട്. നമ്മുടെ ഹൈഡ്രോളിക് പ്രഷറും അതിനനുസരിച്ച് സ്ട്രോങ് ആണ്. ഞാൻ മെഷീനൊന്ന് ഓൺ ആക്കുകയാണ്. ആദ്യം ഡൈഡ് മൂവ്മെൻറ്റ്, ഈ നമ്മുടെ പഞ്ച്, ഈ പഞ്ച് എൻറ്റയർലി ഈ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഗ്യാപ്പിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഡൈ താഴെ ഇരുത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു പ്ലൈവുഡ് നമ്മൾ ഇൻസെർട്ട് ചെയ്യും. ആ പ്ലൈവുഡിലേക്ക് ഈ ഡൈനെ കൊണ്ടുവന്ന് ഇരുത്താണ് ചെയ്യുക. അതിനുശേഷം വൈബ്രേഷൻ ഓണാക്കി മെറ്റീരിയൽ ഫില്ല് ചെയ്തതിന് ശേഷം ഈ പഞ്ച് ഈ ഡൈയുടെ ക്യാവിറ്റീസിൻ്റെ ഉള്ളിലേക്ക് ഇൻസെർട്ടഡ് ആവുകയാണ് ചെയ്യുക. അങ്ങനെ ഇൻസെർട്ട് ചെയ്ത് ഹ്യൂജ് പ്രഷറോട് കൂടി ആയിരിക്കും ബ്രിക്കിനെ ഫോം ചെയ്യാൻ വേണ്ടി ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് പോവുക. ആ പ്രഷറൈസ് ചെയ്ത് ബ്രിക്കിനെ ഫോം ചെയ്തതിന് ശേഷം ഡൈ നമ്മൾ മേലോട്ട് പൊക്കിയെടുക്കും. ഇതിന് ശേഷം ഡൈ വീണ്ടും പൊക്കാൻ വേണ്ടി പഞ്ചിനെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. അഗെയിൻ പൊക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഫോം ചെയ്തിട്ടുള്ള ബ്രിക്കിനെ നമുക്ക് പുറത്തേക്കായിട്ട് എടുക്കാനായിട്ട് പറ്റും. ആ പ്ലൈവുഡോട് കൂടി തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും.
നമ്മുടെ ക്രെയിൻ ഏകദേശം രൂപമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയൊരു ബൂം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനും അതിനെക്കുറിച്ച് അറിയാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മെഷീൻ ട്രാൻസ്ഫോർമർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസർ ലിഫ്റ്റാണ്. സിസർ ലിഫ്റ്റ് വിത്ത് ഗാൻട്രി ക്രെയിൻ. ഗാൻട്രി ക്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്തൊരു തരം മെഷീനാണ്. ഇത് ഭയങ്കര ഹെവി ആയിട്ടാണ് ചെയ്തേക്കണത്. 16 mm ഹ്യൂജ് പ്ലേറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഈ ഒരു ബൂമാണ് നമ്മൾ ക്രെയിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു ബൂമാണ്. ഏകദേശം 5 മീറ്ററോളം നീളം വരുന്നൊരു ബൂമാണ് ഇതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഗാൻട്രി ക്രെയിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സ്ട്രക്ചർ. അടുത്ത ആഴ്ചയിലൊക്കെ ആയിട്ട് തന്നെ ട്രാൻസ്ഫോർമർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലേക്ക് അവർക്ക് അതിൻ്റെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രെയിൻ ചെയ്യണത്. അതുപോലെ തന്നെ നമ്മുടെ ബൂം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഈ 2 മെഷീനും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് കയറ്റി വിടുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മെഷീൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ട്രയലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, ഇതിപ്പോൾ പ്രൈമർ മാത്രമാണ് ഇതുമ്മ അടിച്ചിട്ടുള്ളൂ. ഇനി പെയിൻറ്റിങ്ങിലേക്ക് കടന്ന് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ കാണുമ്പോഴുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടാവുക. അപ്പോൾ അത് അടുത്ത് തന്നെ ഈ മാസം അവസാനമാകുമ്പോഴേക്കും ഈ 3 മെഷീനും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ടാർഗറ്റ്. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം.